നടി പീഡിപ്പിക്കപ്പെട്ട കഥ. ആ അതിജീവിതയെ പീഡിപ്പിച്ച തൊട്ടടുത്ത ദിവസം ഞാൻ ഇവിടെ സിറ്റിയിലുള്ള ഒരു ചാനലിലേക്ക് എന്നെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. ആ ചാനല് പിന്നെ LDFുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ചാനലാണ്. അപ്പോൾ ചാനലിലേക്ക് ചർച്ചയ്ക്ക് വിളിക്കാനായിട്ട് വണ്ടി അയച്ചപ്പോൾ അതിനകത്ത് അവിടുത്തെ വേറൊരു സ്റ്റാഫും ഉണ്ടായിരുന്നു. ആ സ്റ്റാഫിനെ എന്നെയും കൂടിയാണ് വണ്ടിയിൽ വിളിച്ചുകൊണ്ട് പോയത്. അങ്ങനെയാണ് ആ സ്റ്റാഫ് അതിനകത്തുണ്ടാകുന്നത്. അപ്പോൾ കണ്ട പാടെ തന്നെ ഞങ്ങൾ നേരത്തെ ഇഷ്ടംപോലെ ചർച്ചയ്ക്ക് പോകാറുണ്ട് ആ ചാനലിൽ. അപ്പോൾ അങ്ങനെ ആ സ്റ്റാഫിനോട് പറഞ്ഞു, കാര്യങ്ങളെപ്പറ്റി ഈ കഷ്ടമായല്ലോ എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ടീച്ചറെ അത് ഇന്നവരാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി. പക്ഷെ ഞാനിപ്പോൾ അത് ആരാണെന്ന് പറയുന്നില്ല. അപ്പം അന്ന് തന്നെ അറിയാമായിരുന്നു യഥാർത്ഥ പ്രതി ആരാണെന്ന്. ഇന്നിപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞാണ് യഥാർത്ഥ പ്രതി പിടിയിലാകുന്നത്. അതുവരെ അതായത് വേറെ ഒരു പ്രതിഷേധവുമല്ല ഉള്ളത്. സ്വന്തം ഒപ്പം ധാരാളം കൂടെ പിന്നെ സിനിമകളിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത ഒരു സഹപ്രവർത്തക, അങ്ങനെ ഒരു സഹപ്രവർത്തകയെ കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കുക. വൈരാഗ്യം കൊണ്ട് കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കുക. അതിനേക്കാൾ നീചമായ ഒരു കർമ്മം ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ? ആ മനുഷ്യന് ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും? ഈ നിയമസംഹിത അയാളെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ ഈശ്വരന്റെ കോടതിയിൽ അയാൾ ശിക്ഷിക്കപ്പെടും. അത് വലിയ കടുത്ത ശിക്ഷയായിരിക്കും. ആ ശിക്ഷ അയാൾ ഇപ്പോഴേ അനുഭവിക്കുന്നുണ്ട്. കാരണം മനസാക്ഷിയുള്ളവർക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ചെയ്തത്. നാണമുള്ളവർക്ക് ആർക്കും മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു കാര്യമല്ല കേട്ടത്. കൊട്ടേഷൻ കൊടുത്ത ഒരു സ്ത്രീയെ പീഡിപ്പിക്കുക എന്ന് പറയുക, അതും സഹപ്രവർത്തകയായ ഒരു സ്ത്രീയെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിന്റെ വിധിയാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ്? 261 സാക്ഷികളെ വിസ്തരിച്ചു, 833 രേഖകൾ പരിശോധിച്ചു. എല്ലാം കഴിഞ്ഞ് വിധി വന്നപ്പോൾ വിധി കേട്ടപ്പോൾ നമ്മൾക്ക് എന്താ മനസ്സിലായത്? പണത്തിനു മീതെ പരുന്തും പറക്കുകയില്ല എന്ന ആപ്തവാക്യം എത്ര ശരിയായിരിക്കുന്നു എന്ന്. അന്ന് എന്നെ ചാനൽ ചർച്ചയ്ക്ക് കൊണ്ടുപോകുമ്പോൾ എന്നോട് ഈ വിവരം പറഞ്ഞ ആ മാന്യ ദേഹം തന്നെ പറയുകയുണ്ടായി, ഇഷ്ടം പോലെ ഫണ്ട് കൊടുക്കേണ്ടിടത്തൊക്കെ കൊടുക്കുന്നവനാണ് ആ പ്രതിയെന്ന്. അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ ഫണ്ട് വാഗ്ദാനം ചെയ്യുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വേണ്ടപ്പെട്ടവരുടെ കീശ നിറയ്ക്കുന്നവർക്ക് ഏത് തെറ്റ് ചെയ്താലും എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെയാണ് കോടതിയിൽ എത്തുന്ന തെളിവുകൾക്കനുസരിച്ചല്ലേ കോടതിക്ക് നീതി നടപ്പാക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ കോടതിയിൽ തെളിവ് എത്താതെ നോക്കാൻ അങ്ങനെ പണം കൊടുത്ത് വശീകരിക്കുന്നവർക്ക് കഴിയും. അങ്ങനെയാണ് ഈ കേസിലും ഇതുപോലെ ഒരു വിധി ഉണ്ടായത് എന്നത് ഓർക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാടിനോട്, ഈ മലയാളക്കരയോട്, പണത്തിൻ്റെ പുറകെ നടക്കുന്ന ഈ മലയാളക്കരയോട് തോന്നുന്ന ഒരു തരത്തിലുള്ള വെറുപ്പും അമർഷവും അറപ്പുമാണ് തോന്നുന്നത്, ഇങ്ങനെ നീതി നടപ്പാക്കാൻ സമ്മതിക്കാതെ നടക്കുന്നത് കൊണ്ട്. ഈ സത്യത്തിൽ ഈ നാട്ടിൽ, ഈ മലയാളക്കരയിൽ ജനിച്ച് ജീവിച്ച് എൻ്റെ ജന്മം പാഴായി പോയല്ലോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി ആ വിധി കേട്ടപ്പോൾ. അത്രയ്ക്കും കലഹമാണ് എന്നോട് തന്നെ, എൻ്റെ നാടിനോട് എനിക്ക് തോന്നിയത് ആ വിധി കേട്ടപ്പോൾ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഈ പറയപ്പെട്ട 261 സാക്ഷികൾ, ആ സാക്ഷികളിൽ ഒരുപാട് പേര് ഈ പ്രതിക്കെതിരെ തന്നെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര്. 833 രേഖകൾ. ആ രേഖകളിൽ അവര് തിരിമറി നടത്തിയിട്ടില്ലെങ്കിൽ ആ രേഖകൾക്കകത്ത് തന്നെ ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞു. അവര് റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ യഥാർത്ഥ പ്രതി ആര് എന്ന് കണ്ടെത്തുന്നതിനുള്ള സമസ്ത തെളിവുകളും, ആ തെളിവുകൾ ഇന്നും ചാനലുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തുവിട്ടു. ആ അതുപോലെ സമസ്ത തെളിവുകളും ശേഖരിച്ച് യഥാർത്ഥ പ്രതിയെ ഫോക്കസ് ചെയ്ത് കൈ ചൂണ്ടിയതിന് ശേഷമാണ് അവർ റിട്ടയർ ചെയ്തത്. പക്ഷെ അവർ റിട്ടയർ ചെയ്ത് തലസ്ഥാനത്തേക്ക് വന്നവരെയൊക്കെ പണം കൊടുത്ത് വശീകരിക്കേണ്ടവർ വശീകരിച്ചു. അങ്ങനെയാണ് യഥാർത്ഥ പ്രതിയിൽ നിന്ന് മാറി. ശിക്ഷിക്കപ്പെട്ടവരും പ്രതികൾ തന്നെയാണ്, പക്ഷേ ആ കൊട്ടേഷന്റെ പുറത്താണ് അവർ ആ തെറ്റ് ചെയ്തത്.
ആ കൊട്ടേഷൻ കൊടുത്തവനാണല്ലോ അവരെക്കാൾ വലിയ തെറ്റുകാരൻ. ആ തെറ്റുകാരനെ ശിക്ഷിക്കാതെ കോടതി വിട്ടിരിക്കുന്നു. ഓക്കെ, ഇനി പ്രോസിക്യൂഷൻ തന്നെ ഉയർന്ന കോടതിയിൽ, ഉന്നത കോടതിയിൽ പോകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വനിതയും തീർച്ചയായിട്ടും ഉയർന്ന കോടതിയിൽ പോകാതിരിക്കില്ല. അങ്ങനെ അവസാനം നീതി നടക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. പക്ഷെ ഇന്നത്തെ നിയമം, ഇന്നത്തെ വിധി എന്തായിരിക്കും എന്ന് യഥാർത്ഥ പ്രതിക്ക് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ആ കോടതിയുടെ പോർട്ടിക്കോയിൽ നടന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ആരെയൊക്കെ ആശ്ലേഷിക്കുന്നു, ആരെയൊക്കെ ഉമ്മ വയ്ക്കുന്നു, ആർക്കൊക്കെ നേരെ കണ്ണിറുക്കുന്നു, സന്തോഷം പ്രകടിപ്പിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു, ഇതൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു ആ പോർച്ചുഗലിലെ രംഗങ്ങൾ വീക്ഷിക്കുന്നവർക്ക്. അപ്പൊ അതിൽ നിന്ന് തന്നെ നേരത്തെ, അതായത് വിധി ഇതായിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് അവിടെ മധുരപലഹാരങ്ങളും ഒക്കെ ആയിക്കൊണ്ട് ഒരുപാട് പേര് ചിലരെയൊക്കെ എതിരേൽക്കാൻ വന്നത്. അപ്പൊ ഈ യഥാർത്ഥ പ്രതി എന്ന് നാം വിശ്വസിക്കുന്ന ആള് തന്നെ അണിഞ്ഞൊരുങ്ങി വലിയൊരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന രീതിയിലാണ് വന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെ എന്നിട്ട്, അതായത് വരാനിരിക്കുന്നത് എനിക്കറിയാം, ഞാൻ കുറ്റവിമുക്തനാകും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അവിടെ വന്നതും. പിന്നെ കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളെല്ലാം ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളായിട്ട് തന്നെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. ചാനലുകളെല്ലാം അത് ഒപ്പിയെടുത്തിട്ടുണ്ട്. ചാനലുകൾക്കൊക്കെ അറിയാം യഥാർത്ഥ പ്രതി നേരത്തെ തന്നെ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവ കോടതി മുറിയിലേക്ക് എത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ഏതെല്ലാം കേസുകൾ ഉണ്ടായാലും സ്ത്രീകൾക്ക് സമത്വം വേണം, സ്ത്രീകളെ അംഗീകരിക്കണം എന്നൊക്കെ വാചാലമായി പ്രസംഗിക്കുന്നവര് ഇതൊക്കെ തന്നെയാ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം 1996 വനിതകൾക്ക് അസംബ്ലിയിലും പാർലമെന്റിലും 33% റിസർവേഷൻ വേണം എന്ന് അംഗീകരിച്ചുകൊണ്ട് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഒരു പ്രമേയം, ഒരു ലോക്സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. പക്ഷെ അന്ന് എന്ത് സംഭവിച്ചു? ലോകസഭയിൽ ആ പ്രമേയം ലോകസഭയിൽ പാസ്സായി. പക്ഷെ രാജ്യസഭയിൽ ആ ഗവൺമെന്റിന് ഭൂരിപക്ഷം ഇല്ലാതിരുന്നതുകൊണ്ട് അവിടെ തള്ളി. അതായത് ഇപ്പോഴത്തെ ഭരണപക്ഷമാണ് അന്ന് രാജ്യസഭയിൽ അത് തള്ളാനുള്ള കാരണക്കാരായത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് UPA ഗവൺമെന്റിന്റെ കാലത്ത് ആ നിയമം കൊണ്ടുവന്നു. അപ്പോഴും ഈ പറഞ്ഞതുപോലെ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ലോകസഭയിൽ ജയിച്ചു, പക്ഷെ രാജ്യസഭയിൽ തള്ളപ്പെട്ടു. അപ്പോൾ അപ്പോഴും ഈ BJP ഇപ്പോൾ ഇരിക്കുന്ന കക്ഷികളൊക്കെ തന്നെയാണ് അന്ന് രാജ്യസഭയിൽ ഒക്കെ അവരുടെ സഹായം, കുറച്ചു പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ, അതായത് ഇപ്പോൾ സ്ത്രീകൾക്ക് തുല്യനീതി ഉറപ്പാക്കണം എന്ന ആഗ്രഹം എല്ലാ പാർട്ടിയിലും പെട്ടവർക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ലല്ലോ. രാജ്യസഭയിലോ ലോകസഭയിലോ ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ, എല്ലാ പാർട്ടികളും കൂടി ഒത്തുചേർന്ന് ഒരേ മനസ്സോടുകൂടി എടുക്കാവുന്ന തീരുമാനമാണ് 33% അസംബ്ലി സീറ്റുകളിലും 33% പാർലമെന്റ് സീറ്റുകളിലും സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണം, അതിനകത്ത് തന്നെ റിസർവേഷൻ വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കേണ്ടതാണ്. അഥവാ അപ്പോൾ തന്നെ തീരുമാനിച്ചാലും അതിലൊന്നും എതിരഭിപ്രായം, കാരണം 50% വരുന്ന പോപ്പുലേഷനാണ് സ്ത്രീ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിൽ 33% മാത്രമേ ചോദിക്കുന്നുള്ളൂ. എന്നിട്ട് പോലും അതിന് ഓരോരോ ഗവൺമെന്റുകൾ പക്ഷം പിടിച്ച്, അതായത് സ്ത്രീകൾക്ക് കിട്ടരുത്, അതാണ് ഉള്ളിലെ ആഗ്രഹം. അതുകൊണ്ടാണ് അങ്ങനെ ആ നിയമം പാസ്സാകാതെ പോയത്. എന്നിട്ടോ 2024 ലോക്സഭാ ഇലക്ഷൻ വരുന്നതിന്റെ തലേന്ന്, ആ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന്റെ വളരെ അടുത്ത നാളുകളില്, ഏറ്റവും അവസാന നാളുകളിൽ എന്ന് പറയാം, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് പാർലമെന്റിൽ അത് നിയമം കൊണ്ടുവരുന്നു. അത് പാർലമെന്റിലും അതുപോലെ രാജ്യസഭയിലും പാസ്സാക്കുന്നു BJP ഗവൺമെന്റ്. അങ്ങനെ BJP ഗവൺമെന്റ് എന്തോ വലിയ കാര്യം ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ വലിയ കാര്യം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ഇത് ഇപ്പൊ നടപ്പാക്കുന്നില്ല. മണ്ഡല പുനർനിർണയവും ഒക്കെ കഴിഞ്ഞ് 2027 ഇലക്ഷനെ നടപ്പാക്കുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ എന്താ ഉദ്ദേശം? ഈ ഇലക്ഷൻ സമയത്ത് ഇതാ സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞ്
അവരുടെ വോട്ട് മേടിക്കുക. സ്ത്രീകൾ അത്ര വിഡ്ഢികളാണ് എന്ന് ഈ പാർട്ടിക്കാരെ ഈ പുരുഷന്മാരും വിചാരിക്കുന്നതിലാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഒരു പക്ഷെ ആയിരിക്കാം സ്ത്രീകള് ചിന്തിക്കാതെ, അതായത് ഭർത്താവ് ആർക്ക് വോട്ട് കൊടുക്കാൻ പറയുന്നുവോ അവർക്ക് തന്നെ കൊടുക്കുന്നുണ്ടാകാം സ്ത്രീകള്. അതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലോകക്രമം അനുസരിച്ച് ഭർത്താവ് ഭരിക്കുന്നവനും ഭാര്യ ഭരിക്കപ്പെടുന്നവളുമാണ് എന്ന ധാരണ കൊണ്ട് എല്ലായ്പ്പോഴും സ്ത്രീകൾ കുറച്ച് മുട്ടുമടക്കുന്നു എന്ന കാരണം കൊണ്ടുള്ള തെറ്റിദ്ധാരണകളായിരിക്കാം. അതല്ലാതെ സ്ത്രീകളെ അടുത്തറിയുന്നവർക്കറിയാം അവരാരും ബുദ്ധിപരമായിട്ട് ആരെക്കാളും മോശമല്ലെന്ന്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയില്ലെന്ന്. പക്ഷെ ഈ പറഞ്ഞതുപോലെ രാപകല് വീട്ടിന്റെ അകത്ത് കിടന്നും പിന്നെ അതുപോലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ ജോലി സ്ഥലത്തും കഷ്ടപ്പെടുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിൽ വീണ്ടും കഷ്ടപ്പെടുന്നു. ഇങ്ങനെ അവർക്ക് അവരുടെ നോർമൽ സെൻസ്, അതായത് അവരുടെ റാഷണാലിറ്റി അപ്ലൈ ചെയ്ത് കാര്യങ്ങൾ പഠിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കൂടി ആയിരിക്കാം ഇത്തരം കാപട്യങ്ങൾ അവർക്ക് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നതും ഈ കാപട്യം മുതലെടുക്കുന്നു. അതാണ് ഇപ്പോ ബീഹാറിൽ സംഭവിച്ചത്. പിന്നെ 10,000 രൂപ വീതം കൊടുത്ത് 1.5 കോടി സ്ത്രീകളുടെ വോട്ടാണ് വാങ്ങിയെടുത്തത്. അതേസമയത്ത് ബീഹാറിലെ പുരുഷന്മാരവിടെ, നല്ല ഭാഗം പുരുഷന്മാരും അവിടുത്തെ പട്ടിണി അകറ്റാൻ വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളില് എത്രയോ ലക്ഷങ്ങൾ കേരളത്തിൽ തന്നെ പണിയുന്നു ബീഹാറികള്. അപ്പൊ അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോഴും ആ സ്ത്രീകൾക്ക് 10,000 വീതം, അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് 10,000 വീതം കൊടുക്കാമെന്ന് തീരുമാനം എടുത്തത്. വളരെ ടാക്ട്ഫുൾ ആണ് കേട്ടോ ഈ തീരുമാനമൊക്കെ. കാരണം പുരുഷന്മാരധികം അവിടെ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് 10,000 കൊടുത്താൽ അവരുടെ വോട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതേസമയത്ത് സ്ത്രീകളാണെങ്കിലോ 10,000 രൂപ ഓരോരുത്തർക്കും കിട്ടുന്നു, ഒറ്റയടിക്ക് കിട്ടുന്നു. 10,000 രൂപ അവർ കണ്ടിട്ടില്ല ജീവിതത്തിൽ. അങ്ങനെ ഇരിക്കെ ഒറ്റയടിക്ക് 10,000 രൂപ കിട്ടുന്നു, ആരും വോട്ട് കൊടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ സ്ത്രീകളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിധിന്യായവും ചേർത്ത് വായിക്കേണ്ടത്. അതായത് 2024 ഇലക്ഷന് തൊട്ട് മുൻപാണ് നരേന്ദ്രമോദി സ്ത്രീകൾക്കുള്ള റിസർവേഷന്റെ ഈ 33% റിസർവേഷന്റെ നിയമം പാസ്സാക്കിയത്. എന്നിട്ട് അദ്ദേഹം അതപ്പോ വോട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? ഇത് നടപ്പാക്കുന്നത് 2027 ഇലക്ഷൻ. അപ്പൊ ഇനി എന്താണ്? 2027 ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴത്തേനും അദ്ദേഹം അത് എങ്ങനെയെങ്കിലും നടപ്പാക്കും. അപ്പൊ വീണ്ടും വോട്ട് കിട്ടി ഭരണത്തിൽ വരും. ഇതൊക്കെയാണ് ഇവരുടെ ഈ എലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ എലക്ഷൻ സ്ട്രാറ്റജി ഒക്കെ മനസ്സിലാക്കി പൗരജനം എതിരിടുമ്പോൾ മാത്രമാണ്, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഡെമോക്രസിയായി മാറുന്നത്. അപ്പൊ ഈ വിമൻ അതായത് ഈ സിനിമയിലെ ഒരു നടിയെ ഇങ്ങനെ ആക്രമിക്കപ്പെട്ട സംഭവം വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല. പക്ഷെ അവിടെയുള്ള മിടുമിടുക്കികളായ വനിതകള്, ഫിലിം സ്റ്റാർസ് തന്നെ, അവർ മുൻപോട്ട് വന്നു. അവരുടെ ഒരു ഇനിഷ്യേറ്റീവ്, അവരുടെ തന്നെ ഒരു ഇനിഷ്യേറ്റീവിലാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ രൂപീകരിക്കപ്പെടുന്നത്. അത് വളരെ ശക്തമായിട്ട്, അതായത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ പറ്റി പൊതുവെ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അവര് ഇത്തിരി ആടി ഉലഞ്ഞവരാണ്. ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിക്കളഞ്ഞ് ആരെയും ചെറുത്തു നിൽക്കാൻ കഴിവുള്ളവരാണ്, ചെറുത്തു നിൽക്കുന്നവരാണ് സ്ത്രീകള്. ഞങ്ങളുടെ അടുത്ത് ഈ നാടകം പറ്റില്ല, അത് തന്നെയാണല്ലോ അതിജീവിതയും ചെയ്തത്. ഇതെല്ലാം മൂടി വെച്ച് ഒക്കെ സാരമില്ല, ഒക്കെ പോട്ടെ എന്ന് വിചാരിച്ച് മൂടി വെക്കുമെന്നാണ് വിചാരിച്ചത്. നാണക്കേടെല്ലാം ഭയന്നിട്ട് അവർക്ക് ഫിക്സ് ചെയ്തിരുന്ന കല്യാണവും പോകും, അവര് ജീവിതത്തിൽ തന്നെ ഒറ്റപ്പെട്ടവളാകും, അങ്ങനെ അവള് ജീവിതം തന്നെ ഹോമിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇവര്. പക്ഷെ അവളും ശരിയായ അതിജീവിതയായിട്ട് തന്നെ തിരിച്ചു വന്നു, ചങ്കൂറ്റത്തോടെ, മിടുമിടുക്കിയായിട്ട്. അപ്പൊ അവള് പുറത്ത് കാണിക്കാറുള്ള, അതായത് അഭിനയിച്ച് കാണിക്കാറുള്ള ഒന്നാന്തരം കഥാപാത്രങ്ങളുടെ അതേ യശസ്സോടുകൂടി തന്നെയാണ് ആ പെൺകുട്ടിയും തിരിച്ചു വന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു വിമൻ ഇൻ സിനിമ കളക്റ്റീവ് പോലെ ഒരു ഇത് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് മുഖ്യമന്ത്രിയെ കാണുന്നു, പിന്നെ ഹേമ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ ആകെപ്പാടെ കേരളത്തിലെ സിനിമ, മലയാള സിനിമ മാത്രമല്ല, മലയാള സിനിമയ്ക്ക് ചുവട് പിടിച്ച് നമുക്കറിയാം മീ ടു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായി. ആകെപ്പാടെ ഇന്ത്യയിലെ ഒരു തിരുത്തിയെഴുത്ത് ഉള്ള അവസരം സൃഷ്ടിച്ചു. ഒരു തിരുത്തിയെഴുത്തിനുള്ള അവസരം എന്ന് തന്നെ നമുക്ക് പറയാം ഈ പറയപ്പെട്ട സംഭവവും അതിനെ തുടർന്നുണ്ടായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ്, അത് കഴിഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ മൊഴി കൊടുത്തവർ, ഇവരൊക്കെ പലരും സമ്മർദ്ദം മൂലം
മൊഴി മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ആ സംഭവം ഒരു മഹാസംഭവമായി രേഖപ്പെടുത്തപ്പെടും. സ്ത്രീകളുടെ ഇനിഷ്യേറ്റീവ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സ്ത്രീകൾക്ക് ജോലിസ്ഥലത്ത് കിട്ടേണ്ട സ്വാതന്ത്ര്യം, സുരക്ഷ, ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് നടപടിക്രമങ്ങൾ അതേ തുടർന്നുണ്ടായി. അങ്ങനെ ആ നടപടിക്രമങ്ങൾ അതേ തുടർന്നുണ്ടായി എന്നുള്ളത് ഒരു പക്ഷേ 1996 കൊണ്ടുവന്ന ആ സ്ത്രീ സംവരണ ആക്ടിനേക്കാളും ആക്ട് അത് കൊണ്ടുവന്നു. അത് അങ്ങനെ ഒരു ആക്ടിന് വേണ്ടി ശ്രമിച്ചു. അന്ന് ആക്ടായി മാറിയില്ല. അത് ആക്ടായി 2024 മാറുന്നു. പക്ഷെ അതിനേക്കാൾ കൂടി വളരെ ശക്തമായ രീതിയിൽ ചലനം സൃഷ്ടിച്ചു. നമ്മൾ പറയുമല്ലോ, ഒരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടാൽ അതിൻ്റെ ആ ചുഴികള് 4 കരകളിലും എത്തുമെന്ന് പറയുന്നത് പോലെ ഈ ഒരു കല്ല്, അതായത് വിമൻ ഇൻ സിനിമ ഇനിഷ്യേറ്റീവ് എറിഞ്ഞ കല്ല് ഈ ആഗോള തലത്തിലുള്ള സിനിമാ രംഗത്തും സ്ത്രീകളുടെ അവകാശ സംരക്ഷണ രംഗത്തുമൊക്കെ വലിയ വലിയ റീൽസ് സൃഷ്ടിച്ചു. അതായത് ഓളങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുന്നു. ആ ഓളം ഇനിയും നിലനിൽക്കും. അത് തന്നെയുമല്ല, യഥാർത്ഥ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും യഥാർത്ഥ പ്രതിയെ യഥാർത്ഥത്തിൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിന്, ഒരു സമയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ മനസാക്ഷിയെ നടുക്കിയ ആ മൃഗീയമായ കുറ്റകൃത്യത്തിന് കൃത്യമായ നീതി കിട്ടി എന്ന്, അതിജീവിതയ്ക്ക് നീതി കിട്ടി, കുറ്റവാളിക്ക് ശിക്ഷ കിട്ടി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും.